ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള സെക്ഷനിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. പാർട്ട് എയും പാർട്ട് ബിയും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാഷ് ഡിപ്പെൻഡ്സ് ഓൺ ദ എൻഡ് യൂസ് ഓഫ് ദ ഇൻഫർമേഷൻ ഓഫ് ദ എന്നാണ്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നാണ്. ഡാഷ് ഡിപ്പെൻഡ്സ് ഓൺ ദ എൻഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ്റെ യൂസ് ഇതിലാണ് ടൈപ്പ് ഓഫ് ഡാറ്റ അനുസരിച്ചിട്ടാണ്, ഇൻഫർമേഷൻ്റെ യൂസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് തരം ഡാറ്റയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? നെക്സ്റ്റ്, ഡാഷ് ഇംപ്ലൈസ് ഒബ്ജക്റ്റീവ് ലിസ്റ്റിംഗ് ഓഫ് ദ ജോബ് ടൈറ്റിൽ, ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ്. ഏതാണ് ജോബ് ടൈറ്റിൽ, ടാസ്ക്, ഡ്യൂട്ടീസ് അത് ഒക്കെ തീരുമാനിക്കുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ് വരുന്നത്, അല്ലേ? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ് എന്ത് ജോലിയാണ്, മാനേജറാണോ, ഒരു ടാസ്കും ഡ്യൂട്ടീസും എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഡാഷ് ഈസ് കൺസേൺ വിത്ത് ദ ആക്ച്വൽ വർക്ക് പ്ലേസ്. ആക്ച്വൽ വർക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എന്താണ്? വർക്കിംഗ് എൻവയോൺമെൻറ്റ്, ജോലി ചെയ്യുന്ന സാഹചര്യം. വാട്ട് ഈസ് ജോബ് ഹസാർഡ്? ജോബ് ഹസാർഡ് എന്നാൽ എന്താണ്? ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ഒബ്സ്ട്രക്ഷൻസ്. അതായത് ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനെയാണ് ജോബ് ഹസാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടന്റ് ഓഫ് ജോബ് സ്പെസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ടാവും? റിക്വയർഡ്, ഒരു ജോബിന് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാവും. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ആരോഗ്യം എങ്ങനെയാണ്, ഫിസിക്കൽ ഫിറ്റ്നസ് വേണോ, അത് ഓരോ ജോബിനനുസരിച്ചിരിക്കും, അല്ലേ? പിന്നെ അപ്പിയറൻസ്, കാഴ്ചയിൽ എങ്ങനെയാണ്, ഇപ്പോൾ സെയിൽസ്മാന് ഒക്കെ നമ്മൾ കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ ജോബ് സ്പെസിഫിക്കേഷനിൽ ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾ ദ എബവ് ആണ് ആൻസർ. ദ ഫ്ലോ ഓഫ് വർക്ക് വിത്ത് ഓർഗനൈസേഷൻ ഈസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ. അതായത് ഒരു ഫ്ലോ ഓഫ് വർക്ക്, ഒരു ഓർഗനൈസേഷനിലെ ഫ്ലോ ഓഫ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ഏത് തരം പ്രൊഡക്റ്റാണ്, ഏത് തരം സർവീസാണ് ആ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ഫ്ലോ ഓഫ് വർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. നെക്സ്റ്റ്, എർഗണോമിക്സ് കൺസേൺ വിത്ത് ഡാഷ്. എർഗണോമിക്സ് എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡിസൈനിങ് ആൻഡ് ഷേപ്പിംഗ് ജോബ്സ് ആണ് എർഗണോമിക്സിൽ വരുന്നത്. നെക്സ്റ്റ്, എഫിഷ്യൻസി ആൻഡ് കൺസിഡറേഷൻ മസ്റ്റ് ബി ബാലൻസ്ഡ് അഗെയിൻസ്റ്റ് ഡാഷ്. എഫിഷ്യൻസി, കൺസിഡറേഷൻ, അതായത് ഒരാളുടെ കഴിവ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് ബാലൻസ്ഡ് അഗെയിൻസ്റ്റ് എന്തുമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് വരണം? അവരുടെ എബിലിറ്റീസും അവൈലബിലിറ്റി ഓഫ് ദ പീപ്പിൾ. ഓരോ വ്യക്തിയുടെയും കഴിവിനും അവർ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് എഫിഷ്യൻസി കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാഷ് ഇൻസിസ്റ്റ് ദ ജോബ് ടു ബി ഡിസൈൻ ടു മീറ്റ് ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് വർക്കേഴ്സ്. എന്താണ് ജോബ് വർക്കേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിന്, പ്രതീക്ഷകളുമായിട്ട് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ്, സാമൂഹികവും പിന്നെ സാംസ്കാരികവുമായ എക്സ്പെക്റ്റേഷൻസ് ആണ് ജോബ് എപ്പോഴും വർക്കേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെക്നോ സ്ട്രെസ്. എന്താണ് ടെക്നോ സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് പേഴ്സൺ ഈസ് ഡാഷ്. അതായത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിക്രൂട്ട്മെൻറ്റ്. ഡാഷ് ഈസ് ഇൻവോൾവിങ് വിത്ത് ദ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ. അതായത് ഒരു എംപ്ലോയിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്, ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുകയാണ്. അതിന് പറയുന്നതാണ് എന്ത്? പ്രൊമോഷൻ, അല്ലേ? മിക്കതും ഉയർന്ന സ്ഥാനത്തിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയാറ്. നെക്സ്റ്റ്, ദ മെയിൻ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഈസ് ഡാഷ്. എന്താണ്? മോറൽ ഓഫ് ദ എംപ്ലോയി ഇൻക്രീസ്ഡ്. അയാളുടെ നല്ല കാര്യങ്ങൾ, അല്ലേ, മോറൽ വാല്യൂസ് ഒക്കെ നോക്കിയിട്ടാണ് ഇൻറ്റേർണൽ ട്രാൻസ്ഫറിനെ അവർ പരിഗണിക്കുന്നത്. നെക്സ്റ്റ്, ദ ഇമ്പോർട്ടൻറ്റ് കൺസ്ട്രെയിൻറ്റ് ഓഫ് ഇൻറ്റേർണൽ ട്രാൻസ്ഫർ. ഇൻറ്റേർണൽ ട്രാൻസ്ഫറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നതാണ് ലാക്ക് ഇൻ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ. എന്താണ്? കോമ്പറ്റീഷൻ സ്പിരിറ്റിലുള്ള കുറവ്. ഓക്കെ, അതാണ് ഈ ഇൻറ്റേർണൽ ട്രാൻസ്ഫറിനൊരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. അടുത്തത്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഈസ് അതർവൈസ് കോൾഡ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്ന്.
ഓക്കെ, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പറയുന്ന മറ്റൊരു പേരാണ് റിക്രൂട്ട്മെൻറ്റ് അറ്റ് ഫാക്ടറി ഗേറ്റ്. നെക്സ്റ്റ്, ഡാഷ് റിക്രൂട്ട്മെൻറ്റ് ഈസ് വെരി ചീപ്പ്. ഏത് റിക്രൂട്ട്മെൻ്റ് ആണ് വളരെ ചീപ്പായിട്ട് വരുന്നത്? ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. മീഡിയയിലും ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പ്രൈസൊക്കെ പോകില്ലേ, അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എപ്പോഴും വളരെ ചീപ്പാണ്. സീനിയർ പൊസിഷൻസ് ഇൻ ഇൻഡസ്ട്രീസ് ആർ ഫിൽഡ് ബൈ ഡാഷ്. ഒരു ഇൻഡസ്ട്രിയിലെ ഉയർന്ന പൊസിഷൻസ് ഫില്ല് ചെയ്യുന്നത് ആരായിരിക്കും? മീഡിയ അഡ്വർടൈസ്മെൻ്റ് ആണ് അതിൻ്റെ ആൻസർ. കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ടു ഡാഷ് ഈസ് റിക്വയർഡ് ബൈ ലോ. കമ്പൽസറി ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, വേക്കൻസീൻ്റെ നോട്ടിഫിക്കേഷൻസ് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ? അത് ഏതാണ് വരുന്നത്? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസിലേക്കാണ് നമ്മൾ വേക്കൻസീൻ്റെ നോട്ടിഫിക്കേഷൻസ് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടത്. ഹു ഹാസ് ഓഫേർഡ് മിഡിൽ ലെവൽ എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻറ്റ്സ്? മിഡിൽ ലെവൽ എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻറ്റ്സ് ആരാണ് ഓഫർ ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആണ് മിഡിൽ ലെവൽ എക്സിക്യൂട്ടീവ് പ്ലേസ്മെൻറ്റ്സ് ഓഫർ ചെയ്യുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് ഔട്ട്ലൈൻസ് ദ മേജർ റെസ്പോൺസിബിലിറ്റി. റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് ഔട്ട്ലൈൻസ് ദ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് എന്താണ്? സ്കില്ലും എക്സ്പീരിയൻസും ലെവൽ ഓഫ് പേയും എല്ലാം നമ്മൾ എന്താണ് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിംഗ് ഔട്ട്ലൈൻസിൽ അതിൽ നമ്മൾ പരിഗണിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഡാഷ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് ഇത് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി സ്ക്രീനിങ് ആണ് ആൻസർ. സൺസ് ഓഫ് സോയിൽ ക്ലെയിം മീൻസ് ഡാഷ്. സൺസ് ഓഫ് സോയിൽ ക്ലെയിം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്യൂട്ടബിൾ ഹാൻഡ്സ് ഇൻ വിസിനിറ്റി ഓഫ് ഓർഗനൈസേഷൻ എന്നാണ് സൺസ് ഓഫ് സോയിൽ ക്ലെയിം എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാഷ് ഈസ് ഹയറിംഗ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ഫ്രം ദ പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ്. അതായത് ഒരു കൂട്ടം ആപ്ലിക്കേഷൻസിൽ നിന്നും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെലക്ഷൻ അല്ലേ? സെലക്ഷൻ. ഡാഷ് ഈസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന ഡിവൈസിന് പറയുന്നതാണ് എന്ത്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ പ്രൈമറി ബെനിഫിറ്റ് ഓഫ് സെലക്ടിങ് ദ റൈറ്റ് കാൻഡിഡേറ്റ്. ശരിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന്? എന്താണ്? കോമ്പിറ്റൻറ്റ് എംപ്ലോയീസ് ആവും അല്ലേ? പരസ്പരം മത്സരിക്കുന്ന എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് അത് സഹായകരമാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പ്രോസസ് ഓഫ് അസൈനിങ് സ്പെസിഫിക് ജോബ് ടു ഈച്ച് ഓഫ് ദ സെലക്റ്റഡ്. എന്താണ്? ഓരോ സ്പെസിഫിക് ജോബ് ഈ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഓരോ ജോബുകൾ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലേസ്മെൻറ്റ് എന്നത്. ഓക്കെ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലേസ്മെൻറ്റ് ഡാഷ്. എന്താണ് പ്ലേസ്മെൻറ്റിൻ്റെ പ്രാധാന്യം? അത് എപ്പോഴും എംപ്ലോയി വെൽഫെയറിനെ ഇംപ്രൂവ് ചെയ്യും, ആബ്സെൻറ്റീസം റെഡ്യൂസ് ചെയ്യും, അതായത് ശ്രദ്ധയില്ലാണ്ടിരിക്കുക അതിനെ കുറയ്ക്കും, റെഡ്യൂസിങ് ആക്സിഡൻറ്റ് റേറ്റ്സും കുറയ്ക്കും. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലേസ്മെൻറ്റിൽ ഇത് മൂന്നും പെടുന്നതാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഡാഷ് വിൽ ഹെൽപ്പ് ടു പെർഫോം ദ എംപ്ലോയീസ് ഡ്യൂട്ടി എഫക്റ്റീവ്ലി. എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടി ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ട്രെയിനിങ് ആണ് അല്ലേ? ശരിയായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കേപ്പബിലിറ്റി ഇത്തിരി കൂടി വർദ്ധിക്കും. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിനിങ്? ട്രെയിനിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ട്രെയിനിങ്ങിൽ നമ്മൾ ക്ലിയർലി ഡിഫൈൻ പാരാമീറ്റേഴ്സ്, അവരെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. പ്ലാൻഡ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഒക്കെ പ്ലാൻഡ് ആയിട്ട് കൃത്യമായ ഓർഡറിൽ പറഞ്ഞു കൊടുക്കണം. ഇൻഡ്യൂസ്ഡ് ബിഹേവിയറൽ ചേഞ്ചസ്, പിന്നെ അതെന്താണ്? ഇൻഡ്യൂസസ് ബിഹേവിയറൽ ചേഞ്ചസ് ഒരു ഓർഗനൈസേഷന് പറ്റുന്ന രീതിയിൽ തൊഴിലാളികൾ പെരുമാറണം. അപ്പോൾ പെരുമാറ്റച്ചട്ടങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് മൂന്നുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിനിങ്ങിൽ വരുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ട്രെയിനിങ്ങിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണ്? ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി. അതായത് നല്ല ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊഴിലാളികൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും, അപ്പോൾ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും, ഉൽപ്പാദനക്ഷമത ഇംപ്രൂവ് ആവും. അടുത്തത്, ഡാഷ് ഈസ് എസെൻഷ്യൽ ടു റെഡ്യൂസ് ദ ട്രെയിനിങ് പീരീഡ് കുറയ്ക്കാനായിട്ട് ആവശ്യമായത് എന്താണ്? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് അല്ലേ? കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആണ്
ട്രെയിനിങ് പീരീഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ട്രെയിനിങ് ഈസ് ഡാഷ്. ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. ടെക്നോളജി അപ്ഡേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ ഡി, ടെക്നോളജി അപ്ഡേഷൻ. എംപ്ലോയീസ് ലേൺ ഇൻ റിയൽ വേൾഡ് എൻവയോൺമെൻറ്റ് ഈസ് ഡാഷ്. എംപ്ലോയി ലേൺ ഇൻ റിയൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. ശരിയായിട്ടുള്ള വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ എംപ്ലോയീസ് പഠിക്കുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓക്കെ, അതായത് ജോലി ചെയ്തുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ട്രെയിനിങ് കിട്ടും. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ്. ഡാഷ് ഈസ് ദ പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ ക്യാൻ ഓഫർ മോർ സപ്പോർട്ട്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആരാണ് കൂടുതൽ സപ്പോർട്ടൊക്കെ ഓഫർ ചെയ്യുന്നത്? ആരാണ്? മെൻറ്ററാണ് അല്ലേ, മെൻറ്ററാണ്. സിറ്റിംഗ് നെക്സ്റ്റ് ടു നെല്ലി മീൻസ് ഡാഷ്. അതായത് നെല്ലിയോട് അടുത്തിരിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ലേൺ വിത്ത് ഫ്രണ്ട്. ഒരു ഫ്രണ്ടിനോടൊപ്പം ചേർന്ന് പഠിക്കുക എന്നാണ് സിറ്റിംഗ് നെക്സ്റ്റ് ടു നെല്ലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് JIT ഇൻ HR ഈസ് ഡാഷ്. JIT, HR JIT എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ടെക്നിക്കാണ് JIT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഒബ്ജക്റ്റ് ഡാഷ് ഈസ് ടു മേക്ക് ദ ട്രെയിനീസ് ഓൾ റൗണ്ട് ക്രാഫ്റ്റ്മെൻ. എന്താണെന്ന് നോക്കാം. അതായത് എന്താ? അപ്രൻറ്റീസ്ഷിപ്പ് ഉണ്ട് അല്ലേ? ദ ഒബ്ജക്റ്റ് ഓഫ് അപ്രൻറ്റീസ്ഷിപ്പ് അത് എന്തിനാണ്? ട്രെയിനീസിനെ നല്ലൊരു ക്രാഫ്റ്റ്മാൻ ആക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളാക്കുക എന്നുള്ളതാണ് അപ്രൻറ്റീസ്ഷിപ്പിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ്. ഡാഷ് ഓഫേഴ്സ് ആക്സസ് ടു സംതിങ് ന്യൂ ഇൻ ലേണിംഗ്. ഒരു പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് ആക്സസ് കൊടുക്കുക. ഇതെന്താണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഓഫേഴ്സ് ആക്സസ് ടു സംതിങ് ന്യൂ ഇൻ ലേണിംഗ്. പഠനകാര്യത്തിൽ എന്തെങ്കിലും പുതിയ കാര്യത്തിലേക്ക് ആക്സസ് കൊടുക്കുന്നതിനാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് എക്സാക്ട്ലി സിമിലർ ടു ദ ആക്ച്വൽ സിറ്റുവേഷൻസ്. ആക്ച്വൽ സിറ്റുവേഷനായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റിനെ പറയുന്ന പേരാണ് സിമുലേഷൻ എക്സസൈസ്. എന്താണ്? സിമുലേഷൻ എക്സസൈസ്. അതെന്തായിരുന്നു? ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻ്റ് ആണ്, പക്ഷേ അത് ആക്ച്വൽ സിറ്റുവേഷനായിട്ട് വളരെയധികം സാദൃശ്യമുള്ളതായിരിക്കും. അതിനെയാണ് സിമുലേഷൻ എക്സസൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൻസിറ്റീവ് ട്രെയിനിങ് ഈസ് ഓൾസോ നോൺ ആസ്. സെൻസിറ്റീവ് ട്രെയിനിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് ലബോറട്ടറി അല്ലെങ്കിൽ T ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദ നീഡ് അസസ്മെൻറ്റ് ഈസ് ടു ഡിറ്റർമിൻ പ്രയോറിറ്റീസ് ഡാഷ് അലോക്കേറ്റ് റിസോഴ്സസ്. ഓക്കെ, നീഡ് അസസ്മെൻറ്റ് എന്തിനാണ്? ടു ഡിറ്റർമിൻ ദ പ്രയോറിറ്റീസ് ഇൻ അലോക്കേറ്റിംഗ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ നീഡ് അസസ്മെൻറ്റ്. ഒരു നീഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് അസസ് ചെയ്യണമെങ്കിൽ അതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലോറേഷൻ ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ. എന്താണ് നീഡ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യണം, എന്നിട്ട് അതിന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു നോവൽസ് ഡാഷ് പ്രൊവൈഡ്സ് ദ ബേസിക്സ് ഫോർ ദ ലേണിംഗ് ആക്ടിവിറ്റീസ്. നോവൽസിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ലേണിംഗ് ആക്ടിവിറ്റിയുടെ ബേസ് ആയിട്ട് വരുന്നത്? എക്സ്പീരിയൻസ് ഇൻക്ലൂഡിംഗ് ആണ്. എക്സ്പീരിയൻസ് ഇൻക്ലൂഡിംഗ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ ദ ലേണിംഗ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ്, ഡാഷ് ഇനീഷ്യേറ്റ്സ് സെൻറ്റർ ഓൺ എൻഹാൻസിങ് കേപ്പബിലിറ്റീസ്. എന്താണ് എൻഹാൻസിങ് കേപ്പബിലിറ്റീസ്? കഴിവുകൾ കൂട്ടാനാകുന്നതിൻ്റെ പ്രധാനം ആയിട്ട് വരുന്നത് എന്താണ്? ഡെവലപ്മെൻ്റ് ആണ് അല്ലേ? ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റ്സ്. അതായത് പുരോഗതി ഉണ്ടാകുമ്പോൾ അതാണ് നമ്മുടെ കേപ്പബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡാഷ് മെത്തേഡ് യൂസ് ടു നോളേജ് ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രെയിനീസ്. ഏത് മെത്തേഡാണ് നോളേജ് ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രെയിനീസിൻ്റെ ആറ്റിറ്റ്യൂഡിനൽ ഡെവലപ്മെൻറ്റൊക്കെ സഹായിക്കുന്ന മെത്തേഡ് ഏതാണ്? ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡാണ് അത് അല്ലേ? ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് തിരിയുന്നു. അതിൽ എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ചർച്ച ചെയ്യും. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ദ ആൻസർ ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ്. നെക്സ്റ്റ്, ഇൻ പെർഫോമൻസ് അപ്രൈസലിൽ എന്താണ് വരുന്നത്? സൂപ്പർവൈസർ മെഷർ ദ പേ ഓഫ് എംപ്ലോയീസ് ആൻഡ് കമ്പയർ ഇറ്റ്.
സൂപ്പർവൈസർ എംപ്ലോയീസിൻ്റെ എത്ര രൂപയാണ് കൊടുക്കുന്നത് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനെ കമ്പയർ ചെയ്യും. നെക്സ്റ്റ്, ദ സൂപ്പർവൈസേഴ്സ് അനലൈസ് ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് വർക്ക് പെർഫോമൻസ്. വർക്ക് പെർഫോമൻസിൻ്റെ പിന്നിലുള്ള ഫാക്ടേഴ്സിനെയൊക്കെ അവർ അനലൈസ് ചെയ്യും. നെക്സ്റ്റ്, എംപ്ലോയേഴ്സ് ആർ ഇൻ പൊസിഷൻ ടു ഗൈഡ്. അതിൽ എംപ്ലോയേഴ്സാണ് ഗൈഡ് ചെയ്യാനുള്ള പൊസിഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഈ 3 പോയിൻറ്റും എന്താണ്, പെർഫോമൻസ് അപ്രൈസലിൽ വരുന്നതാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ. ഇനി ഈ സെറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡാഷ് ടെക്നിക് വിച്ച് ഈസ് സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് പെർഫോമൻസ് ഡാറ്റ ഫ്രം ഓൾ ഡിറൈവ്ഡ് ഗ്രൂപ്പ്സ്. ഏത് ടെക്നിക്കാണ് സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് പെർഫോമൻസ് ഡാറ്റ? എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും ഡിറൈവ് ചെയ്തു വന്ന എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും പെർഫോമൻസ് ഡാറ്റനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കളക്ട് ചെയ്യുന്നത് ഏത് ടെക്നിക്കാണ്? 360 ഡിഗ്രി ഫീഡ്ബാക്ക്. ഓക്കെ, ഓപ്ഷൻ സി 360 ഡിഗ്രി ഫീഡ്ബാക്ക് ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഇതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. ഇനി നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സസ് ആണ് ഇനി ഇതിൽ ഇടാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.